ബാംഗ്ലൂർ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. കുടിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വെള്ളത്തിന് ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. ഇതിൽ നിങ്ങളുടെ മക്കളുണ്ടാവാം, പേരൻസ് ഉണ്ടാവാം, ബ്രദറോ സിസ്റ്ററോ ഉണ്ടാവാം, ഫ്രണ്ട്സോ ലവറോ ഉണ്ടാവാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴേക്കും ബാംഗ്ലൂരിലെ കുടിവെള്ളക്ഷാമം ഇതിലും രൂക്ഷമായിരിക്കും. എന്തായാലും പെട്ടെന്ന് ബാംഗ്ലൂരിൽ ഈ വരൾച്ച ഉണ്ടാകാൻ എന്താണ് കാരണം, എന്താണ് അവിടെ നടക്കുന്നത്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, ഇതിനെപ്പറ്റിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. സോ എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. എന്നാലേ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കുകയുള്ളൂ. എൻ്റെ പേര് വിഷ്ണു. വെൽക്കം ടു നോവിറ്റ് മലയാളം. സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ, അതല്ലെങ്കിൽ ഇന്ത്യയുടെ IT ഹബ് എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ സിറ്റി. പല IT കമ്പനികളുടെയും ബിസിനസ് സ്ഥാപനങ്ങളുടെ ഹെഡ്ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്ന ബാംഗ്ലൂരിലാണ്. കമ്പനികൾ മാത്രമല്ല, കോളേജുകളും ഷോപ്പുകളും പബ്ബുകളും DJ പാർട്ടികളും വൻതോതിൽ ലഹരി വസ്തുക്കളും ലഭ്യമാകുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ 1.4 കോടി ആളുകളാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. ബാംഗ്ലൂർ സിറ്റിയിലെ മൊത്തം വീടുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 23,93,845 വീടുകളോളം ഉണ്ടാവും ഇവിടെ. ഇത്രയും ആളുകൾക്ക് വളരെ കോമൺ ആയി വേണ്ട ഒരു കാര്യമാണ് വെള്ളം. അത് കുടിക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെല്ലാം ആശ്രയിക്കുന്നത് 4 കാര്യത്തെയാണ്. 1 തടാകങ്ങൾ, 2 കുഴൽക്കിണറിലെ വെള്ളം, 3 വാട്ടർ അതോറിറ്റി, 4 വാട്ടർ ടാങ്കറുകൾ. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഇത്രയും വലിയ ജലക്ഷാമം ഉണ്ടാകാനുള്ള കാരണം ഞാൻ ഈ പറഞ്ഞ 4 കാര്യങ്ങളുടെ അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ടാണ്. തടാകങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പണ്ട് ബാംഗ്ലൂർ സിറ്റിയുടെ പല സ്ഥലങ്ങളിലും ആയിരക്കണക്കിന് തടാകങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് എടുത്ത ഒരു സർവേയുടെ കണക്ക് പ്രകാരം ഏകദേശം 41 എണ്ണം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ബാക്കിയുള്ളവ വറ്റിപ്പോവുകയും മണ്ണിട്ട് മൂടുകയും ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളും പണിയുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 41 തടാകത്തിൽ 2 എണ്ണം മാത്രം ഉപയോഗിക്കാൻ കഴിയുള്ളൂ. മറ്റുള്ളവയിൽ മാലിന്യജലം ഒഴുക്കി വിടുകയും പലതരം വേസ്റ്റുകൾ നിറഞ്ഞതുമാണ്. രണ്ടാമതായി കുഴൽക്കിണറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് റെക്കോർഡുകൾ പ്രകാരം ബാംഗ്ലൂർ സിറ്റിയിൽ ആകെ മൊത്തം 16,000 കുഴൽക്കിണർ മാത്രം ഉണ്ടെന്നാണ് കണക്ക്. പക്ഷേ ഇതിലൊന്നും പെടാതെ ആയിരക്കണക്കിന് കുഴൽക്കിണറുകൾ ഉണ്ടെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നു. എന്നാൽ ഇല്ലീഗലായി ഈ കിണറുകൾ കുഴിക്കുന്നത് ഗവൺമെന്റിനെ കൊണ്ട് ഇതുവരെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു വാട്ടർ ക്രൈസിസ് വന്നതോടുകൂടി ബാംഗ്ലൂരിലെ എല്ലാ കുഴൽക്കിണറുകളും രജിസ്റ്റർ ചെയ്യാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും കുഴൽക്കിണറുകളിൽ നിന്ന് അപ്പാർട്ട്മെന്റിലേക്കും വീടുകളിലേക്കും ദിവസേന 10,000 ലിറ്റർ വെള്ളം എടുക്കുന്നത് കൊണ്ട് തന്നെ ഭൂഗർഭ ജലത്തിന്റെ അളവ് നന്നായി കുറഞ്ഞു. കൂടാതെ മഴയുടെ അളവ് കുറഞ്ഞതോടുകൂടി ഈ പറഞ്ഞ 16,000 കുഴൽക്കിണറുകളിൽ 7,000-ഓളം കിണറുകൾ വറ്റി വരണ്ടിരിക്കുകയാണ്. മൂന്നാമതായി വാട്ടർ അതോറിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2 രീതിയിലാണ് ബാംഗ്ലൂർ സിറ്റിയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ഒന്ന് ആറ്റിൽ നിന്നും പമ്പ് ചെയ്ത് എത്തിക്കുന്നതും, രണ്ടാമത് ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന വേസ്റ്റ് വാട്ടർ റീസൈക്കിൾ ചെയ്ത് വീണ്ടും സപ്ലൈ ചെയ്യുന്നത്. BWSS, അതായത് ബാംഗ്ലൂർ വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡ്, ഒരു ദിവസം ബാംഗ്ലൂർ സിറ്റിയിലേക്ക് സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് ഏകദേശം 1,450 മില്യൺ ലിറ്റർ ആണ്. അതായത് ഒരു ദിവസം ഇതിൽ 435 മില്യൺ ലിറ്റർ മോഷ്ടിക്കപ്പെടുകയാണ്, അതല്ലെങ്കിൽ വേസ്റ്റ് ആവുകയാണ്. മോഷ്ടിക്കുക എന്ന് ഉദ്ദേശിച്ചത് അനധികൃതമായി പൈപ്പ് കണക്ഷൻ കൊടുത്തും അളവിലധികം വെള്ളം ചേർച്ച് വെക്കുന്നതുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. എന്തൊക്കെയാണെങ്കിലും ആളുകൾ ഉപയോഗിക്കുന്നതിൽ 80% വേസ്റ്റ് വാട്ടറായി ഡ്രെയിനേജിലേക്കാണ് എത്തുന്നത്. ഈ വെള്ളം ബാംഗ്ലൂർ സീവേജ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും റീസൈക്കിൾ ചെയ്ത് സിറ്റിയിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ബാംഗ്ലൂർ സിറ്റിയിൽ പലയിടത്തായി ഏകദേശം 35ഓളം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളാണുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1000 മില്യൺ ലിറ്റർ വെള്ളം ഒരു ദിവസം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് എത്തുകയാണെങ്കിൽ ഇതിൽ ഏകദേശം 800 മില്യൺ ലിറ്ററോളം റീസൈക്കിൾ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, ബാംഗ്ലൂർ സിറ്റിയിലേക്ക് വാട്ടർ അതോറിറ്റി ഏകദേശം 1,450 മില്യൺ ലിറ്റർ വെള്ളം ഒരു ദിവസം സപ്ലൈ ചെയ്യുന്നുവെന്ന്. ഇത് എടുക്കുന്നത് കാവേരി എന്ന ആറ്റിൽ നിന്നാണ്. ഈ കാവേരിയാറും ബാംഗ്ലൂർ സിറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 95 കിലോമീറ്റർ ആണ്. മാത്രമല്ല ബാംഗ്ലൂർ സിറ്റി സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ്. എന്നാൽ കാവേരി നദി ഒഴുകുന്നത് മാണ്ഡി എന്ന ജില്ലയിൽ കൂടെയാണ്. ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്ന് വെറും 1500 അടി ഉയരത്തിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ സപ്ലൈ ബോർഡ് ദിവസവും 1500 അടി ഉയരത്തിലേക്കാണ് വെള്ളം പമ്പ് ചെയ്ത് അതിനുശേഷം ബാംഗ്ലൂർ സിറ്റിയിലേക്ക് എത്തിക്കുന്നത്. മാത്രമല്ല മഴ കുറവ് കാരണം കാവേരി നദിയിലെ അളവും കുറഞ്ഞു. അതോടെ സിറ്റിയിലേക്കുള്ള വെള്ളത്തിന് പമ്പിങ്ങും കുറഞ്ഞു. ഇതിനാലാണ് മുഴുവൻ ബാംഗ്ലൂർ സിറ്റിയും ഇത്രയും വലിയ വാട്ടർ ക്രൈസിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം. നാലാമതായി വാട്ടർ ടാങ്കറുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുൻപ് തൊട്ടേ സിറ്റിയുടെ പല ഭാഗത്തും വാട്ടർ ടാങ്കറിൽ വെള്ളം സപ്ലൈ ചെയ്യുമായിരുന്നു. അന്ന് 600 മുതൽ 800 രൂപ വരെയാണ് 1000 ലിറ്ററിന് ഈടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ വാട്ടർ ക്രൈസിസ് ഈ ഒരു സാഹചര്യം ചൂഷണം ചെയ്ത് പല വാട്ടർ ടാങ്കർ മാഫിയകളും ഏകദേശം 1000 ലിറ്ററിന് 2000 രൂപ മുതൽ 6000 രൂപ വരെയാണ് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ 2-3 ദിവസം കുളിക്കാതെയും കുറഞ്ഞ അളവിൽ വെള്ളം ചെലവാക്കിയുമാണ് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. 2-3 ദിവസം ഇടവിട്ട് വരുന്ന വാട്ടർ ടാങ്കറുകളിൽ നിന്ന് വെള്ളം പിടിക്കാൻ 100 കണക്കിന് ആളുകളാണ് ക്യൂ നിൽക്കുന്നത്. ടാങ്കർ മാഫിയകൾ അധിക ചാർജസ് ഈടാക്കുന്നത് കൊണ്ട് തന്നെ സിറ്റിയിൽ സപ്ലൈ ചെയ്യുന്ന എല്ലാ വാട്ടർ ടാങ്കറുകളും രജിസ്റ്റർ ചെയ്യാൻ, അതായത് കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്യുവാൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സത്യാവസ്ഥ എന്തെന്നാൽ ഏകദേശം 3000 ടാങ്കറുകളിൽ 219 എണ്ണം മാത്രമേ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള സിറ്റുവേഷൻ വളരെ മോശമാണ്. പലർക്കും വെള്ളം കിട്ടാനില്ല.
ഗവൺമെന്റ് ജനങ്ങൾക്ക് പല ഇൻസ്ട്രക്ഷൻ നൽകിയിട്ടുണ്ട്. ആരും കാറുകളോ മറ്റു വാഹനങ്ങളോ 3-4 മാസത്തേക്ക് കഴുകരുത്, ചെടികൾ നനയ്ക്കരുത്, അനാവശ്യമായി ജലം പാഴാക്കരുത്. ഈ ഇൻസ്ട്രക്ഷനെല്ലാം തെറ്റിച്ചാൽ ഏകദേശം 10,000 രൂപയോളം ഫൈൻ ഇടുമെന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല ഫ്ളാറ്റുകളിലും അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മലിനജലം, അതായത് വേസ്റ്റ് വാട്ടർ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ബാംഗ്ലൂരിൽ പല ഫ്ളാറ്റുകളിലും സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുണ്ട്. സോ അവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ജലം അവർക്ക് തന്നെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. കുടിവെള്ളത്തിനായി സിറ്റിയിലെ പലയിടത്തും RO പ്ലാന്റുകളുണ്ട്. അവിടെ നിന്നാണ് ആളുകൾ ക്യൂ നിന്ന് വെള്ളം കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. സോ അടുത്ത 2 മാസത്തിൽ വീണ്ടും ചൂട് കൂടും, ബാക്കിയുള്ള കുഴൽക്കിണറുകളെല്ലാം വറ്റും. ടാങ്കർ മാഫിയകൾ ഇത്രയും ചാർജ് ഈടാക്കുകയാണെങ്കിൽ തുച്ഛമായ ശമ്പളം വാങ്ങുന്നവരുടെ മുഴുവൻ ശമ്പളവും ഈ വെള്ളത്തിനായി മാറ്റിവെക്കേണ്ടി വരും. ആക്ച്വലി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതായത് മഴവെള്ളം ശേഖരിക്കാനുള്ള വഴി ആദ്യമേ കണ്ടെത്തിയിരുന്നെങ്കിൽ സിറ്റിയിലെ ഇപ്പോഴത്തെ ജലക്ഷാമം ഒരു പരിധിവരെ കുറയ്ക്കാമായിരുന്നു. മാത്രമല്ല കുഴൽക്കിണറുകളിലെ വെള്ളവും വറ്റാതിരിക്കാൻ സഹായിച്ചേനും. കഴിഞ്ഞ 40 വർഷമായി 1055 കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണ് സിറ്റിയിൽ പണിതത്. കോൺക്രീറ്റ് റോഡുകളും ഇന്റർലോക്കുമെല്ലാം മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാതെ ഡ്രൈനേജിലേക്ക് ഒഴുകാൻ കാരണമാകുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാംഗ്ലൂർ സിറ്റിയിൽ മഴവെള്ള സംഭരണം എന്നത് വളരെ സാധ്യത കുറവുള്ള കാര്യമാണ്. ബിൽഡിങ്ങുകളും വീടുകളും അപ്പാർട്ട്മെന്റുകളും അടുക്കടുക്കായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ആവശ്യത്തിലധികം വെള്ളം ശേഖരിച്ചു വയ്ക്കാനുള്ള സ്ഥലമുണ്ടാവില്ല. ബാംഗ്ലൂർ ഡെവലപ്പായ ഒരു സ്ഥലമാണ്, അതല്ലെങ്കിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ അടിസ്ഥാനപരമായ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാതെയാണ് ഇവിടെ ഡെവലപ്മെന്റുകൾ നടക്കുന്നത്. ഗവൺമെന്റ് പണ്ടേ മുൻകൈ എടുത്ത് മഴവെള്ള സംഭരണത്തിനുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം 30% ജലക്ഷാമം പരിഹരിക്കാമായിരുന്നു. ദിവസവും 1500 മില്യൺ ലിറ്റർ വെള്ളത്തിന് ആവശ്യകത മാത്രം ഉണ്ടായിരുന്ന സിറ്റിക്ക് ഇപ്പോൾ 2500 മുതൽ 3000 മില്യൺ ലിറ്റർ വെള്ളത്തിന്റെ ആവശ്യമാണ് വർദ്ധിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത മഴക്കാലം തുടങ്ങുന്നത് വരെ ഗവൺമെന്റ് താൽക്കാലികമായി എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ആരെങ്കിലും ബാംഗ്ലൂരിൽ ഇപ്പോൾ ഈ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന് മറക്കാവുന്ന കമന്റ് ചെയ്തേക്കണേ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഡേ ആൻഡ് ഗുഡ് ബൈ.